നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 മാർച്ച് 11 തിങ്കളാഴ്ച. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 12ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 12ാം ഭാവം അധിക ചെലവിൻ്റെ രാശിയാണെന്ന് പറയും. എന്നാൽ ഇവിടെ അധിക ചെലവ് പറയണ്ട. ചെലവ് ഒരുപക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാവണം, വലിയ ദോഷവും വരില്ല. കാരണം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയായ മീനം രാശിയിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ശുഭരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചന്ദ്രന് ദോഷം കൂടുതൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ചിലവ് വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ തന്നെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി, നാളേക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർക്ക് ഇന്നത്തെ ദിവസം പണം മുടക്കേണ്ടി വരിക. ഇടവം രാശി. ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 11ലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. വളരെ ശുഭകരമാണ് ഇന്നത്തെ ദിവസം. സർവാഭീഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് അനുഗ്രഹമുള്ള ദിവസമാണ്. എല്ലാം നേട്ടങ്ങളുടെ ദിവസമാണ്. സാമ്പത്തിക നേട്ടം, തൊഴിൽ മേഖലയിൽ നേട്ടം, അതായത് പ്രവർത്തന വിജയം, അതുപോലെ യാത്ര പോകുന്നെങ്കിൽ അതിന് തടസ്സമില്ലാതെ അത് വിജയത്തിൽ എത്തിച്ചേരുന്നു. സമാഗമങ്ങൾ, ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടോ സമാഗമങ്ങളുമായി ബന്ധപ്പെട്ടോ നല്ല വാർത്ത കേൾക്കാൻ സാധിക്കുന്നു. പ്രണയാർത്ഥികൾക്കും ഏറ്റവും നല്ല ദിവസം. പൊതുവെ ലോട്ടറി പോലും അടിക്കാൻ, ഭാഗ്യം പോലും വളരെ അനുകൂലമാവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് നീചനാണ്. പക്ഷേ 10ാം ഭാവത്തിൽ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് വലിയ ഗുണത്തെ കൊടുക്കും. ഈ നക്ഷത്രക്കാർക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ മക്കൾക്കോ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ വളരെ പുരോഗതി ഉണ്ടാകാവുന്നതോ അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാവുന്നതോ ആയ ദിവസമാണിന്ന്. സാമ്പത്തികമായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണമാണ്. പ്രത്യേകിച്ചും അവരുടെ കർമ്മമേഖല കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി അവർക്കതിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. ചൊവ്വ അവിടെ വളരെ പവർഫുള്ളാണ്, ബലവാനാണ്. അപ്പോൾ ചൊവ്വ ബലവാനാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ഈ ദിവസം വളരെ ധാർഷ്ട്യതയോടുകൂടി സംസാരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 9ലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 9ലെ ചന്ദ്രൻ്റെ സഞ്ചാരം ആചാര്യന്മാരുടെ അഭിപ്രായപ്രകാരം അത്ര നല്ലതൊന്നുമല്ല. പക്ഷേ നിൽക്കുന്ന രാശി വ്യാഴത്തിൻ്റേതായതിനാൽ ഗുണപരമായ ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വയുടെ രീതി കൂടി എടുക്കണം. വ്യാഴം തീർച്ചയായിട്ടും അവർക്ക് നല്ല സ്ഥലത്തു കൂടി ആയതുകൊണ്ട് വലിയ ദോഷമൊന്നും സംഭവിക്കാതെ കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നന്നായി പോകണം. സാമ്പത്തികമായ ലാഭവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഉദരത്തിന് ചെറിയ വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് തടസ്സമോ പ്രശ്നങ്ങളോ സംഭവിച്ചേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്നാൽ ജീവിത പങ്കാളിയുമൊത്തുള്ള കുടുംബാന്തരീക്ഷത്തിനൊന്നും ദോഷം കാണുന്നില്ല. സാമ്പത്തികമായ നേട്ടം അപ്രതീക്ഷിതമായിട്ടെങ്കിലും ഇന്നുണ്ടാകും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇന്ന് ഇവർക്ക് സാമ്പത്തികമായ സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചില വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ വെളുത്ത വസ്തുക്കളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഒക്കെ ഇവർക്കിന്ന് സമ്മാനമായി കിട്ടാനുള്ള സാധ്യതയൊണ്ട്. എന്നാൽ ശാരീരികമായ അവശത വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. പ്രത്യേകിച്ചും കഫപ്രകൃതിയുള്ളവർക്ക് ദോഷം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അലർജി അസുഖമോ അതുപോലെ ചെസ്റ്റ് അലർജിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെയും നടക്കണം. ഭാഗ്യത്തിന് അല്പം തടസ്സമുണ്ടായിരുന്നത് ഇന്ന് മാറിക്കിട്ടുന്നതാണ്. സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ ചെറിയ മുറിവുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പഠന സംബന്ധമായും അതുപോലെ ഗ്രഹാന്തരീക്ഷത്തിലുമൊക്കെ വളരെ നല്ല അനുഭവങ്ങളാണ് ഇന്നുണ്ടാവുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമാണ് കാര്യങ്ങൾ വ്യാഴം 7ൽ സഞ്ചരിക്കുന്നത് കൊണ്ട്. എന്നാൽ 4ാം ഭാവത്തിൽ ചൊവ്വ രൂക്ഷമായി നിൽക്കുന്നത് ശ്രദ്ധിച്ചു കൊള്ളണം. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ വീട്ടുപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലോ ഒക്കെ വളരെ ശുഷ്കാന്തി പ്രകടിപ്പിക്കും. അതുപോലെ സഞ്ചരിക്കുന്നത് ചന്ദ്രൻ 6ലായതിനാൽ സാമ്പത്തികമായിട്ടുള്ള ലാഭവും കടബാധ്യതയിൽ നിന്നും മോചനവുമൊക്കെ കാണുന്നു. അപ്രതീക്ഷിതമായി പണം എന്നിവരുടെ കയ്യിൽ വന്നു ചേരാം. വായ്പ അനുവദിച്ച് കിട്ടാം.
അതുപോലെ തന്നെ കടബാധ്യത എന്ന് പറയുമ്പോൾ ഇവരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടു പോയവരും തിരിച്ചു തരാം, നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത, മുടങ്ങിക്കിടന്ന ജോലി മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. പൊതുവെ ഉന്മേഷകരവും ആനന്ദകരവുമാണ് ഇന്നത്തെ ദിവസം. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഭാഗികമായി കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷമോ സന്താനങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക അവശതയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒട്ടും മാരകമല്ല, കാരണം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഗുണം ഇന്നിവർക്ക് അനുകൂലമാണ്. കാരണം പ്രവർത്തിക്കാൻ വളരെ ശക്തമായ, വളരെ ശുഷ്കാന്തിയുള്ളൊരു മനസ്സ് ഇന്നിവർക്കുണ്ട്. സാഹസിക കർമ്മങ്ങൾ വരെ ചെയ്യുന്ന തരത്തിൽ വളരെ എന്തിനേയും നേരിടുന്ന ഒരു മനസാന്നിധ്യത്തോടു കൂടി ഇന്ന് കർമ്മ മേഖലയിൽ വ്യാപരിക്കുന്നു. അതുകൊണ്ട് വെല്ലുവിളികളെയും പരാജയത്തെയും നേരിടാൻ സാധിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു പരിസ്ഥിതി വരുന്നുണ്ട്. അതുകൊണ്ട് അത് സ്വന്തം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിക്ഷോഭം കൊണ്ടാകാം. ഒരുപക്ഷെ എന്തെങ്കിലും വികാരത്തിൻ്റെ ആധിക്യത്താൽ എന്തെങ്കിലും വാക്കുകൾ മോശമായ രീതിയിൽ പറയുകയോ ഒക്കെ ചെയ്താൽ ജീവിത പങ്കാളിയിൽ നിന്ന് ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ഒന്ന് അകന്നു നിൽക്കേണ്ടി വരുന്നൊരു സന്ദർഭം കാണുന്നു. അയൽപക്കവുമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാവിന് അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിലൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും അങ്ങേയറ്റം സൂക്ഷിക്കുക. ഈശ്വരകാരുണ്യത്തോടു കൂടി ഓരോ കാര്യവും ചെയ്യാൻ ശ്രമിക്കുക. മകരം രാശി. ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ശുഷ്കാന്തിയുടെയും സാഹസികതയുടെയും ദിവസമാണ്. അതുകൊണ്ട് തന്നെ നേരിയ തോതിലുള്ള മുറിവോ ചതവോ ഒക്കെ ശരീരത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എത്ര സാഹസികതയുടെ മനസ്സുണ്ടെങ്കിലും അങ്ങേയറ്റം കരുതലോടുകൂടി, അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. വാഹനം വളരെ സൂക്ഷിച്ചു ഓടിക്കുക. സഹോദരന്മാരുമൊത്തുമുള്ള യാത്രയും അത്ര നല്ലതല്ല, അവർക്ക് ശാരീരികമായ അവശത ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായി ഇന്ന് വളരെ നല്ല ദിവസമാണ്. തൻ്റെ കർമ്മങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ സാമ്പത്തിക ലാഭവും യാത്ര കൊണ്ട് ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും ഇന്ന് കാണാം. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളാണ്. ശാരീരികമായ ചില ക്ഷതങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾക്കോ അല്പം ധനം മുടക്കേണ്ടി വന്നേക്കാവുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തം പ്രവൃത്തിയിൽ ഏറ്റവും കരുതലുണ്ടായിരിക്കേണ്ട ദിവസമാണിന്ന്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക. അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുക. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇന്നത്തെ ദിവസം ഇവർക്ക് ഗുണകരമാണ്. ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ വളരെ ഗുണം കാണുന്നു. സാമ്പത്തികമായിട്ടും നല്ല ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇന്ന് ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അതിൽ നിന്നൊക്കെ സാമ്പത്തിക വരുമാനം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വെല്ലുവിളികളെ എതിർത്തുകൊണ്ട് നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടെ പ്രവർത്തിക്കാനും സാധിക്കുന്നതുകൊണ്ട് സാമാന്യം നല്ല വരുമാനം ഇന്നത്തെ ദിവസം ഇവർക്ക് ആർജിക്കാൻ സാധിക്കും. ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.